ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ 661/2023 എന്ന നമ്പറിൽ വന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ എന്ന എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. ഈ എക്സാമിനേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള മെസ്സേജുകൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവും. അതായത് ചിലർക്ക് ഫോണിലായിരിക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവുക, ചിലർക്ക് ഇമെയിലായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനിയും മറ്റൊരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ മെസ്സേജ് വന്നിട്ടില്ല എന്നതിൻ്റെ കാരണത്താൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാതെ പോകരുത്. കാരണം പല കാരണങ്ങൾ കൊണ്ടും മെയിലിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലോ മെസ്സേജ് വരാതിരിക്കാനുള്ള സാഹചര്യമുണ്ട്. അത്യാവശ്യം സ്കോറുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഇത് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിൽ കൃത്യമായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള മെസ്സേജ് ആയിട്ട് തന്നെ അവർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. അതിൽ കയറി നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് ഇനി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് PSC ചെയ്യുന്നത്. ഇതിനായിട്ട് PSC നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 16/2/2025 വരെയാണ്. അതായത് കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, 16-ാം തീയതി വരെ ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് പ്രത്യേകിച്ചും EWS, OBC, മറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള വിഭാഗങ്ങൾ, ഇനി ഫിസിക്കലി വീക്കറായിട്ടുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് കൂടി ഇതിനകത്ത് റിക്വയർമെൻ്റ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ കാലതാമസം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ എടുത്ത് കരുതി വെക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എടുത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തഹസിൽദാർ നൽകിയതാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അതല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് കേവലം നമ്മുടെ വില്ലേജ് ഓഫീസർ ലെവലുള്ള ഉദ്യോഗസ്ഥരുടെ സർട്ടിഫിക്കറ്റാണ്. സംസ്ഥാന തലത്തിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിനെല്ലാം ഈ ഒരു സർട്ടിഫിക്കറ്റ് മതിയാവും. എന്നാൽ നമ്മുടെ കയ്യിൽ തഹസിൽദാരുടെ ഉണ്ട് എന്നൊരു ധാരണയിൽ അത് അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നതിനും നിങ്ങൾ ഫർദറായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിങ്ങിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനും ഒക്കെ പുറത്തു പോകുന്നതിന് അതൊരു കാരണമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ ഇത് കരസ്ഥമാക്കുവാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് നേരിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല, മറിച്ച് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ അക്ഷയയിൽ നിന്നോ ആണ്. ഇവിടെ പോയി നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ റേഷൻ കാർഡും ഒപ്പം തന്നെ അച്ഛൻ്റെ അമ്മയുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഗവൺമെൻറ് ജോലി ഉള്ളവരാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, വരുമാനം തെളിയിക്കാനുള്ള മറ്റെന്തെങ്കിലും രേഖ, നിങ്ങളുടെ SLC ബുക്കിൻ്റെ കോപ്പി, കരമൊടുക്കിയ രസീത്, ഇവയുമായിട്ടാണ് പോകേണ്ടത്. ഇത്രയും സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ആകെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. ബാക്കി സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെ വേണമെന്ന് വ്യക്തമായിട്ട് നിങ്ങളുടെ ആ ഒരു മെസ്സേജിലുണ്ടാവും. അവയൊക്കെ ആ പറയുന്ന മെഷർമെൻറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും എക്സാമിനേഷന് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം. ഒരു തവണ അപ്ലോഡ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇനി അപ്ലോഡ് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. പ്രത്യേകിച്ചും ടെക്നിക്കൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ AE എന്ന് പറയുന്ന തസ്തികയിലേക്ക്. ഈ ഒരു തസ്തികയിലേക്ക് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയിലേക്കും ഒപ്പം തന്നെ കേരള അഗ്രോ ഇൻഡസ്ട്രീസിലേക്കും ഒക്കെ ആയിട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവയ്ക്കെല്ലാം ഏറെക്കുറെ ഒരേ സിമിലർ സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ച് ഈ 3 എക്സാമിനേഷനും നിങ്ങളുടെ കയ്യിൽ ഒതുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരൊറ്റ എഫർട്ടിൽ തന്നെ ഈ വരാൻ പോകുന്ന 3 എക്സാംസിനെയും ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാമെന്നൊരു വലിയ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഈ ഒരു തസ്തികകൾക്ക് വേണ്ടി ഒരൊറ്റ സിംഗിൾ എക്സാമിനേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി ഒരു കോഴ്സ് ഓഫർ ചെയ്യുകയാണ്. ഈ ഒരു ടെക്നിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും നല്ല കരിയറാണ്. അതുകൊണ്ട് തന്നെ 1 അല്ല 3 ഓപ്പണിങ്ങുകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഏണസ്റ്റ് അക്കാഡമിയുടെ ഈ ഒരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏണസ്റ്റ് അക്കാഡമിയുടെ ആപ്പുകളിൽ ഈ പറയുന്ന എല്ലാ എക്സാമിനേഷൻ്റെയും കണ്ടന്റുകൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ പല കണ്ടന്റും ഫ്രീ ഓഫ് കോസ്റ്റ്, അതായത് യാതൊരുവിധ ചെലവും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൽ വീഡിയോസ് ആയിട്ട് കാണാൻ പറ്റും. മാത്രവുമല്ല അതിനകത്ത് തന്നെ പല മെറ്റീരിയലും ഫ്രീ ഓഫ് കോസ്റ്റ്, അതായത് യാതൊരുവിധ ചെലവുമില്ലാതെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരുവിധ മടിയും കൂടാതെ ബിഗ് ലേണിങ്ങിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ഏണസ്റ്റ് അക്കാഡമിയുടെ ഫ്രീ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ
പ്രധാനപ്പെട്ട കാര്യമാണ്. പഠനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏത് മാർഗത്തിലൂടെ നിങ്ങൾ എന്ത് മെറ്റീരിയൽ കളക്ട് ചെയ്ത് പഠിക്കുന്നതും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇത് ഞങ്ങളുടെ ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങളെപ്പോലുള്ള ഒരു ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ഉയർന്ന റാങ്കിൽ ജേതാക്കളായിട്ട് മാറുക എന്നുള്ളത് ആ ഒരു ലക്ഷ്യം കൂടി മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമെന്നും ആ ഡൗൺലോഡ് ചെയ്തതിലൂടെ സൗജന്യമായി ലഭിക്കുന്ന മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്യുമെന്നും കോഴ്സിന് ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. ഈ കോഴ്സുമായിട്ടും ഈ വീഡിയോയുമായിട്ടും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.